പരീക്ഷാ സമ്മർദ്ദത്തിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. കണ്ടൻറ്റ് കൂടുന്നതിലല്ല കാര്യം, അത് എക്സ്പെരിമെൻ്റൽ ലേണിംഗ് രീതിയിലൂടെ പഠിപ്പിച്ച് ആഴത്തിലുള്ള പഠനം നടക്കുന്നുവെന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പുതുക്കിയ പാഠപുസ്തകങ്ങളെക്കുറിച്ച് അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഞങ്ങൾ നിരന്തരം ഫീഡ്ബാക്ക് ശേഖരിക്കുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ടുള്ള ഒരു രീതിയാണ്. ചില വിഷയങ്ങളിൽ കണ്ടൻറ് ലോഡ് കൂടുതലാണെന്നും അഭിപ്രായം വന്നിട്ടുണ്ട്. ഇത് ശാസ്ത്രീയമായി പരിശോധിച്ച് മാത്രമേ മാറ്റം വരുത്തുകയുള്ളൂ. സിലബസ് ലഘൂകരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന കരിക്കുലം കമ്മിറ്റി വിശദമായ ചർച്ചകൾ നടത്തി ഉടൻ തീരുമാനമെടുക്കും. ഇതിൽ അവ്യക്തതകൾക്ക് സ്ഥാനമില്ല. ഇന്ന് മനോരമയിൽ വന്ന വാർത്തയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സിലബസിൽ മന്ത്രിയുടെ ഓഫർ 25% ഡിസ്കൗണ്ട് എന്ന രീതിയിലുള്ള തലക്കെട്ടുകൾ വിദ്യാഭ്യാസ മേഖലയിലെ ഗൗരവമായ ഒരു പരിഷ്കാരങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. മനോരമയ്ക്ക് ചില അബദ്ധങ്ങൾ പറ്റുമെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അബദ്ധങ്ങൾ സാറിന് പറ്റാറില്ല. ഇതിനിപ്പോൾ എന്ത് പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവർ വിദ്യാഭ്യാസം പരിഹസിക്കുന്ന രീതി എല്ലാവർക്കും ഉള്ളത്. ഇതിലെന്തോ അപ്പോൾ സിലബസ് വെട്ടിക്കുറയ്ക്കുന്നത് വിദ്യാഭ്യാസ നിലവാരത്തെ ബാധിക്കുമെന്ന് ചിലർ ആശങ്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. വിദഗ്ധരായ അധ്യാപകരും വിദ്യാഭ്യാസ വിചക്ഷണരും അടങ്ങുന്ന സമിതിയുടെ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഏത് മാറ്റവും നടപ്പിലാക്കുക. കണ്ടന്റ് ലോഡ് കുറയ്ക്കുക എന്നാൽ പ്രധാന ഭാഗങ്ങൾ ഒഴിവാക്കുക എന്നല്ല അർത്ഥം. ആവർത്തനങ്ങൾ ഒഴിവാക്കും. ഇപ്പോൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച ആവർത്തനങ്ങൾ ഉണ്ടാവും. ഒരു പേജ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ 5 പേജായിട്ട് അടിച്ച് പറ്റി കൊണ്ടുപോകുന്ന ഭാഗം ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഇപ്രാവശ്യത്തെ പാഠപുസ്തകം നമ്മൾ പ്രിന്റ് ചെയ്ത് പരീക്ഷ നടക്കുകയാണ്. 3 കോടി 80 ലക്ഷം പാഠപുസ്തകം പ്രിന്റ് ചെയ്തു. അടുത്ത വർഷത്തെ പാഠപുസ്തകം പ്രിന്റ് ചെയ്തു. പക്ഷേ മുൻകാലങ്ങളിൽ പ്രിന്റ് ചെയ്ത ശേഷം ഇന്ന പാഠപുസ്തകങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉത്തരവ് കൊടുക്കാറുണ്ട്. കൊടുത്തിട്ടുണ്ട്. അതും ഇത് പരിശോധിച്ച ശേഷം അതിൻ്റെ അടിസ്ഥാനത്ത് അറിവ് ഉണ്ടെങ്കിൽ കൊടുക്കും. ഓരോ പ്രായത്തിലും കുട്ടി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുമാണ് ഇത് ക്രമീകരിക്കുന്നത്. SSLC പാഠഭാഗങ്ങളെക്കുറിച്ചും ഇതേ ശാസ്ത്രീയ സമീപനം തന്നെയാണ് സ്വീകരിക്കുക. കുട്ടികളെ പരീക്ഷാ സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുക. തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുന്ന അവസരത്തിൽ പരാജയ ഭീതി കൊണ്ട പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ മര്യാദകളെ സകല പരിധികളും ലംഘിച്ച അവസരത്തിലാണ് തിരിച്ചും അതേ രൂപത്തിൽ തന്നെ അഭിപ്രായ പ്രകടനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോട് വ്യക്തിപരമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അതിരൂക്ഷമായി എടാപോട എന്നടക്കം വിളിച്ചുകൊണ്ട് പ്രസംഗിച്ചതിന് ശേഷം ഞാനും അദ്ദേഹം കൂടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്. എന്നെ വിളിക്കാൻ കഴിയുന്ന മുഴുവനോടെ വിളിച്ചിട്ടാണ് വന്നിട്ട് എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു, നിങ്ങൾക്കെതിരെ കുറച്ച് ഞാൻ ശക്തിയായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സാരമില്ല, ഞാനും ഇനി പുറത്തോട്ട് ഇറങ്ങി ഒരു ആഞ്ഞടി നടത്താൻ വേണ്ടി ഇത് നടന്ന കാര്യമാണ്. എന്നിട്ട് ഒരു ട്രേഡ് യൂണിയൻ മീറ്റിംഗ് ആയിരുന്നു എറണാകുളം ജില്ലയിലുള്ള. വളരെ സന്തോഷത്തോടുകൂടി പോവുകയാണ് ചെയ്തത്. ഞാൻ എല്ലാറ്റിനും അതീതനാണ്, എല്ലാവരും എൻ്റെ കീഴിലാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ബുദ്ധിമുട്ടാകും. എത്ര വലിയ ലോക ചാമ്പ്യനായിരുന്നാലും ആകാശത്തേക്ക് പറന്ന് പോയാലും സമ്മാനം വാങ്ങണമെങ്കിൽ താഴെ വരണം. ഭൂമിയിൽ വന്നാലേ സമ്മാനം വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പത്രക്കാർ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു, ഞാനത് ഒരു സത്യസന്ധമായ കാര്യം പറയുക. ബഹുമാനപ്പെട്ട സ്പീക്കറോട് എത്ര പ്രാവശ്യം ശരിയായ രീതിയിൽ എല്ലാത്ത നിലയിൽ പെരുമാറിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരെ എത്ര പ്രാവശ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെ അങ്ങ്
പെരുമാറിയിട്ടുണ്ട്, വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എന്നെ കൂടാതെ റിയാസ് മിനിസ്റ്റർ, വാസവൻ മന്ത്രി, ബിന്ദു മന്ത്രി, പി രാജീവ് കഴിഞ്ഞ ദിവസം പിന്നെ പത്രക്കാരെ കാണിച്ചു, അദ്ദേഹത്തിനുള്ള വീഡിയോ കൂടെ പത്രക്കാരെ കാണിച്ചു. പി രാജീവ്, പിന്നെ ആരോഗ്യമന്ത്രി, ഏറ്റവും കൂടുതൽ ആരോഗ്യമന്ത്രി, ഇങ്ങനെ മുഴുവൻ ആൾക്കാരെയും ഒരു 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 മര്യാദ ഇല്ലാതെ ജനാധിപത്യ വിരുദ്ധമായിട്ട് നിയമസഭയ്ക്കകത്ത് അകത്തും പുറത്തും ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ അത് ശരിയാണോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്? അങ്ങനെ തന്നെ ഒരു സ്വയംവിമർശനം നടത്തണം. ഞങ്ങളൊക്കെ തന്നെ ഓട് പുറത്തിറങ്ങിയവരല്ല കേരള രാഷ്ട്രീയത്തിൽ. ഞങ്ങളും അങ്ങയുടെ അത്രമാത്രം പാരമ്പര്യം ഇല്ലെങ്കിലും കുറച്ച് പാരമ്പര്യമൊക്കെ ഉണ്ട് കേരള രാഷ്ട്രീയത്തിൽ. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പാരമ്പര്യം. അപ്പം ഞങ്ങളുടെ കേരള രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തൊക്കെ തന്നെ അതൊന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ SFI സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ എൻ്റെ പ്രസ്ഥാനം കേട്ട് അങ്ങ് പഠിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൽ പഠിക്കുക. അപ്പം അങ്ങനെ ഒരു സീനിയോറിറ്റിയും ഒരു ബഹുമാനമൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ. ഇപ്പോൾ വേറൊരു കാര്യം, എന്തെല്ലാം മാർഗമുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. ഈ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് അത് തെളിയിക്കുന്നതിന് വേണ്ടി വെല്ലുവിളിക്കുക. ഇപ്പോൾ സഭ നാളെ ആരംഭിക്കുകയാണ്. വീണ്ടും സഭ അങ്ങേക്ക് നിയമസഭാ ചട്ടങ്ങൾ പ്രകാരം ചട്ടം നടപടിക്രമങ്ങൾ ചട്ടങ്ങൾ, ആ ചട്ടങ്ങൾ പ്രകാരം അഴിമതി ആരോപണം അങ്ങേക്ക് ഉന്നയിക്കുക. എല്ലാവരും ആരുടെ പേരിലുള്ള അഴിമതി ആരോപണം എഴുതി കൊടുത്ത് ഉന്നയിക്കാം. അത് തെളിയിക്കുക വേണം. ഏതെങ്കിലും തെളിയിക്കാൻ ഞാൻ അങ്ങനെ വെല്ലുവിളിക്കുക. മറ്റു പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇതാണല്ലോ, വനം പൊള്ളയാണല്ലോ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിലെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ തയ്യാറുണ്ടോ? ഉന്നയിച്ചാൽ മാത്രം പോരാ, തെളിയിക്കണം. ഇത് മാത്രമല്ല, അസംബ്ലി നടക്കുന്ന സമയമായതുകൊണ്ട് നിയമസഭയിൽ ഉന്നയിക്കാം. അത് സ്പീക്കർ എഴുതി കൊടുത്താണ് ഉന്നയിക്കപ്പെടാൻ വേണ്ടി ഉള്ളത്. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ, LDFിൻ്റെ പ്രകടന പത്രികയിൽ അതാണല്ലോ നടപ്പിലാക്കാൻ വേണ്ടി പിന്നെ ഏത് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. UDFനും BJPക്കും പ്രകടന പത്രിക പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏത് പിന്നെ പ്രധാനപ്പെട്ട പദ്ധതി നടപ്പിലാക്കിയില്ല പറയട്ടെ അദ്ദേഹം. എന്ന് മാത്രമല്ല, 10 വർഷം LDF ചെലവഴിച്ച കാശ് വികസന പ്രവർത്തനത്തിന് വേണ്ടി, 5 വർഷം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ചെലവഴിച്ച കാശ്, ഈ രണ്ടും തുകയാണല്ലോ. കള്ളം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. കൂട്ടി പറയട്ടെ അദ്ദേഹം ആരുടെ കാലഘട്ടത്തിലാണ് ചെലവഴിച്ചത്. നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷി തൊടുന്ന ഒരു കാര്യമാണ് ചികിത്സാ ഫണ്ടും അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധി. നമുക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. പാവപ്പെട്ടവരെ കെട്ടിക്കോട്ടെ എന്ന് വെച്ച് 10 വർഷത്തിന് എടുക്കണ്ട. 5 വർഷത്തെ ഉമ്മൻചാണ്ടിൻ്റെ കാലഘട്ടത്തിൽ 5 വർഷവും പിണറായി വിജയൻ്റെ ആദ്യത്തെ 2016 മുതലുള്ള 5 വർഷം, അല്ല അതിനുശേഷമുള്ള 5 വർഷം, 2 കാലഘട്ടത്തിൽ എടുക്കട്ടെ. ആരുടെ കാലഘട്ടത്തിലാണ് കൂടുതൽ കാശ് പിന്നെ ജനങ്ങൾക്ക് എത്തിച്ചിട്ടുള്ളത്? അപ്പം ഇതുപോലെ പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതല്ലാതെ മൈതാന പ്രസംഗം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അണികളുടെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് അതും ഇതും വിളിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ ഇത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോൾ പിന്നെ അദ്ദേഹം ഞാൻ നിയമത്തെ ഒന്നുകൂടെ അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ എന്നെ വിളിച്ചതെന്ന് വെച്ചാൽ പിന്നെ സംഘിക്കുട്ടി എന്നാണ് വിളിച്ചത്. സംഘിക്കുട്ടി എന്ന് വിളിച്ചതെന്ന് വെച്ചാൽ പിന്നെ ഈ RSS സംഘികൾ എന്നുദ്ദേശിച്ചാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അത്ര ഈ
വർഗീയവാദികൾക്കെതിരെ RSSനെതിരായിട്ടും പോരാടാനുള്ള അത്രയും വലിയ കടുത്ത മനസ്സുണ്ടെങ്കിൽ BJP അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലമാണ് നേമം. അവിടെ രാജീവ് ചന്ദ്രശേഖരനാണ് മത്സരിക്കാൻ പോകുന്നത്, BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അദ്ദേഹം മത്സരിക്കട്ടെ. ഇപ്പം പത്രങ്ങളുടെ പറഞ്ഞ് ഞാൻ അതിനകത്തേക്കില്ല എന്ന് പറഞ്ഞു. ഒന്നുകൂടെ അദ്ദേഹം ചിന്തിക്കട്ടെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് അദ്ദേഹം മത്സരിക്കട്ടെ. മത്സരിച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ തന്നെ BJPക്കെതിരായിട്ടുള്ള ഫൈറ്റിന് ശക്തി വരും. അതാണ് സൂചിപ്പിക്കാറുള്ളത്. എല്ലാവരും ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മിറ്റിക്ക് കൂടിയിട്ട് തീരുമാനിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യത്തെ നല്ല ഫൈറ്റായിരുന്നു. മുരളീധരനും പിന്നെ K മുരളീധരനും ഞാനും കുമ്മന സാർ അല്ല, അത് നിയമത്തിൻ്റെ വോട്ടിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന സീനിയർ ആൾക്കാർക്കെല്ലാം അറിയില്ലേ. 10-നും 15-നും ഇടയ്ക്കുള്ള വോട്ട് മാത്രമാണല്ലോ UDFന് കിട്ടിയിട്ടുള്ളത് എല്ലാ കാലഘട്ടത്തിലും. അവിടെ ആകെ ഒരു വ്യത്യാസം വന്നത് മുരളീധരൻ മത്സരിച്ചപ്പോൾ 34,000 മറ്റോ വോട്ട് കിട്ടി. ബാക്കി എല്ലാ പ്രാവശ്യവും 15,000 വോട്ടിന് താഴെയാണല്ലോ കിട്ടിയിട്ടുള്ളത്. ഞാൻ തോറ്റ അവസരത്തിൽ എനിക്ക് 59,000 വോട്ടുണ്ടായിരുന്നു അവിടെ. അദ്ദേഹം ജയിച്ചപ്പോൾ, രാജഗോപാൽ അദ്ദേഹം ജയിച്ചപ്പോൾ. എനിക്ക് പരാജയ ഭീതി ഉണ്ട്. അങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും വന്നു കിട്ടിയാൽ ഞാനത് സമ്മതിച്ചിട്ടുള്ളൂ. എന്നോട് ഇത്രയും ചോദിച്ചാൽ ഞാൻ കേട്ടില്ല. നമുക്കൊരു പാർട്ടിയുടെ ചട്ടക്കൂടുണ്ടല്ലോ. മറ്റേ ഇപ്പോൾ ഏകാധിപത്യയുടെ മാറ്റം പഴയ KPCC പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ സുധാകരൻ പത്രസമ്മേളനത്തിൽ സംഘത്തോട് കാണിച്ചിട്ടുള്ളൊരു അപ്പോൾ അതാണ് അവരുടെ പാർട്ടി ചട്ടക്കൂട്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കുമ്പം ഞാൻ വന്നിട്ട് മന്ത്രി ആനക്കരവിലാണ് കാണിച്ച പിന്നെ പാർട്ടിയിലുണ്ട്. അതാണ് നമ്മുടെ പാർട്ടിയുടെ ചട്ടക്കൂടെന്ന് പറയുന്നത്. ഞാനിവിടെ നമ്മുടെ സുഹൃത്തിന് വെച്ചിട്ട് തമാശ പറഞ്ഞു. ഞാനൊരു പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതിൻ്റെ ഒരു തമാശ മറുപടി പറഞ്ഞു മാത്രമേ. വളരെ ഉപകാരം, നന്ദി, വളരെ നന്ദി. തിരുത്തൽ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ. പറഞ്ഞെങ്കിൽ തിരിച്ചേക്ക് വിളി. ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഏത് പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല, ഏത് പദ്ധതി പ്രഖ്യാപിച്ച പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറയട്ടെ. അപ്പം മറുപടി നമുക്ക് പറയാം. ഈ വെള്ളത്തിൽ വരച്ചത് പറഞ്ഞ കാര്യം അതെല്ലാം VK കൃഷ്ണമേനോനെ പോലുള്ള വലിയ ആൾക്കാരൊക്കെ ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി പോലെ ആൾക്കാരൊക്കെ മത്സരിക്കേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്യാം. ഞാൻ അത്രമാത്രം ശ്രദ്ധിച്ചില്ല. പറവൂർ മത്സരിക്കാം, ഗ്രാമത്തിൽ മത്സരിക്കാം. അത് ഞാൻ 20% പറഞ്ഞതാണ്. അത് ചിലവർ ഒരു ഗുഡ് സെൻസ് എടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ.
അതിന് കൃത്യമായിട്ട് ഓരോ പുസ്തകവും ഇങ്ങനെ എടുത്തിട്ട് കണക്ക് എത്ര പേജ് 100 പേജ് പിന്നെ അങ്ങനെ 25 പേജ് വെട്ടി മാറ്റിയില്ല എന്നുള്ള നിലയിലല്ല ഞാൻ പറഞ്ഞത്. ഞാനീ പറഞ്ഞത് പിന്നെ ഓരോ പാഠപുസ്തകവും പരിശോധിച്ച് അതിൻ്റെ റിപ്പീറ്റേഷൻ, അതുപോലെ തന്നെ കഴിഞ്ഞ ജൂനിയർ ക്ലാസ്സുകളിൽ പഠിച്ച പാഠഭാഗങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ഒരു 2 പേജിൽ നിർത്താൻ കഴിയുന്ന സംഗതി 5 പേജിൽ നീട്ടിക്കൊണ്ടുപോയി അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ലേഖനങ്ങൾ വരുന്ന അവസരത്തിൽ ചില ലേഖനങ്ങളുടെ 2 പേജിൽ നിർത്താൻ എന്നുള്ളതിൽ 5 പേജിൽ ആവുന്നുണ്ടല്ലോ, അത് വീണ്ടും വെട്ടിക്കുറയ്ക്കാറുണ്ടല്ലോ. അതേപോലെ അത് നമുക്ക് വെട്ടിക്കുറയ്ക്കുകയും അതിൻ്റെ ഒരു കരിക്കുലം കമ്മിറ്റി പരിശോധിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അതെ, കരിക്കുലം കമ്മിറ്റി ഒരു പ്രാവശ്യം ചേർന്ന ശേഷം ഈ ബാഗുകളുടെ ഭാഗത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാനിത് ഭാരം കുറയ്ക്കലുണ്ട്, പ്രസവത്തിൻ്റെ കനം കുറയ്ക്കലുണ്ടോ. അപ്പോൾ അത് ഒരു റൗണ്ട് ചർച്ച ചെയ്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അടുത്ത ആഴ്ച വീണ്ടും കരിക്കുലം കമ്മിറ്റി വച്ചിരിക്കുക. കരിക്കുലം കമ്മിറ്റി പിന്നെ വന്നു കഴിഞ്ഞാലും നമുക്ക് സമയമുണ്ടല്ലോ. സമയമുള്ള സ്ഥിതിക്ക് വീണ്ടും നമ്മൾ പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തിക്കുന്നവരുടെയും അധ്യാപക നേതാക്കന്മാരുടെയും അവരുടെ എല്ലാവരുടെയും ചർച്ച ചെയ്ത ശേഷം ആയിരിക്കും നമുക്കതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നത്. അങ്ങനെയല്ല ഒരു മാറ്റം വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. പാഠപുസ്തകം എങ്ങനെയാണോ നമ്മൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നടപടിക്രമം നടത്തിയത്, അത്രയും നടപടിക്രമങ്ങൾ ഇതിനു വേണ്ടി. IT സബ്ജക്ട്സിലൊക്കെ അതേപോലെ തന്നെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് സാധനങ്ങളാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നവരുണ്ട്. അതായത് വളരെ മുന്നോട്ട് വന്നു. ഇപ്പോഴും ജാവ A++ ഒക്കെയാണ് ഇപ്പോഴും കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ശരി തന്നെ. ഇപ്പോൾ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായി നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ കുറച്ച് റോബോട്ട് ഒക്കെ പിന്നെ കൊടുത്തല്ലോ. റോബോട്ടിക് പിന്നെ എക്യുപ്മെൻറ്റ്സിനെല്ലാം പിന്നെ കൊടുത്ത് അവരത് പഠിപ്പിച്ചു. അതൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് അതിനുള്ള അധ്യാപകർക്കും കൈപ്പുസ്തകം ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് നമുക്ക് റീഅറേഞ്ച്മെൻറ്റിനെ സംബന്ധിച്ച് ആലോചിക്കുക. ഈ അധ്യയന വർഷത്തിൽ മാറ്റം വരുന്നില്ല. ചിലവർക്ക് സംശയമുണ്ട്, ഈ പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് പോയില്ലേ. ഇപ്പം 3,80,00,000 പാഠപുസ്തകങ്ങൾ നമ്മൾ 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് പ്രിന്റിങ് ശരിയായി അടുത്ത ആഴ്ച വിതരണം ചെയ്യണത്. സ്കൂൾ തുറക്കാൻ 3 മാസം സമയത്ത് അടുത്ത വർഷത്തേക്ക് വിതരണം ചെയ്യണം. വിതരണം ചെയ്താലും നമ്മൾ ഈ കരിക്കുലം കമ്മിറ്റി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതിന് പാഠഭാഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഉദ്ദേശിച്ച സംഗതി നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ മതിയാവും. ഇന്ന പാഠം 8ാം ക്ലാസ്സിലെ പിന്നെ സാമൂഹിക പാഠത്തിലെ ഇന്ന വിഷയത്തിൽ ഇന്നതില്ല, അത് പരീക്ഷയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതിൽ അങ്ങനെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അടുത്ത ആഴ്ച പിന്നെ ഈ ഗവൺമെന്റിന്റെ കാലാവധിക്ക് മുമ്പ് ഇതെല്ലാം പിന്നെ പൂർത്തീകരിച്ചിട്ട് തന്നെ പോകും. ബാക്ക് ബെഞ്ചേഴ്സിന്റെ പ്രശ്നം, പാഠപുസ്തകങ്ങളുടെ കനം, പിന്നെ കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം, പിന്നെ യൂണിഫോമിനെ സംബന്ധിച്ചിടത്തോളം, 1ാം ക്ലാസ്സിൽ പിന്നെ എന്താ പറയുക പ്രവേശന പരീക്ഷ എഴുതുന്നതിനെ സംബന്ധിച്ചിടത്തോളം, അത്തരത്തിൽ ഞാൻ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പൊതു സദസ്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചിടത്തോളം പിന്നെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു കോമൺ ഉത്തരവ് കൂടെ ഇറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ബജറ്റിന് മുൻപ് അതിൽ പലഘട്ടങ്ങളിലായിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ജോർജ് കുര്യനൊക്കെ എയിംസ് വരുമെന്ന് ആവർത്തിച്ച് നീട്ടി പറഞ്ഞ് പല ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞു. അത് എവിടെയെന്നുള്ളതായിരുന്നു സംശയം. അപ്പോൾ എയിംസ് വന്നില്ലെന്ന് മാത്രമല്ല, അതോടെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ കേന്ദ്രമന്ത്രിമാരെ കാര്യമായി പണിയെടുക്കുന്നില്ലേ കേരളത്തിന് വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് സഹായമൊന്നും ചെയ്തിരുന്നില്ല. തരുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പൈസ വാങ്ങി തരുമായിരുന്നല്ലോ. 1,500 കോടി രൂപ കിട്ടാണ്ട് യാചിച്ച് നിൽക്കുകയല്ലേ നമ്മൾ. 1,500 രൂപ കൂടി കിട്ടിയെങ്കിൽ നമ്മുടെ കുട്ടിയെ കൊടുക്കാൻ വേണ്ടി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ സുപ്രീം കോടതി കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ് എൻഗേജ് ചെയ്തിട്ടുണ്ട്.
ഈ അവർ സമരം ചെയ്യുന്ന പോലെയൊന്നുമല്ല. നമ്മൾ കുറ്റക്കാരേ അല്ല. കോടതി ആണ് അതിൻ്റെ വിധികൾ വന്നിട്ടുള്ളത്. കോടതി വിധി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എങ്കിലും അവരെ പരമാവധി സഹായിക്കുന്നതിനുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ NSSന് കൊടുത്ത അതേ വിധി അതേ രൂപത്തിൽ തന്നെ മറ്റ് മാനേജ്മെൻറ്റിനും കൊടുക്കുന്നതിനുവേണ്ടി ഞങ്ങൾ ഗവൺമെൻറ് തയ്യാറാണെന്ന് ഗവൺമെൻറ് അറിയിക്കാൻ വേണ്ടി സീനിയർ കൗൺസിലിൽ, സാധാരണഗതിയിൽ നമ്മുടെ ജൂനിയേഴ്സ് ആരെങ്കിലും ചെന്ന് ഹാജരായാൽ മതി, സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലെ എൻഗേജ് ചെയ്തിരിക്കുന്നത് 2,000 മറ്റോ അത് കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.